തൃശ്ശൂരിലെ വടക്കേ സ്റ്റാൻഡിലുള്ള ഇന്ത്യൻ കോഫി ഹൗസാണ് ഈ കാണുന്നത്. ഒരു കാലത്ത് ജനങ്ങളുടെ വികാരമായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസ്. ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി ഒരു മസാല ദോശ തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അനുഭവമായി തന്നെയായിരുന്നു. രാജ്യകലയിലാണ് അവിടെ ആൾക്കാർ സപ്ലൈ ചെയ്യുന്നവരും തൊപ്പി വെച്ച് അതിൻ്റെ ഒരു ഭയങ്കര ഒരു ആഠിത്യമായിട്ടുള്ളൊരു ഭക്ഷണം പാകം ചെയ്യലും കൊണ്ടുവരലാണ്. ഇപ്പോൾ ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി, ഈ കാലഘട്ടത്തിലത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞാൽ പഴയ പേര് മാത്രമേ ഉള്ളൂ. ആ പ്രതാപകാലമൊക്കെ പോയി. ഇപ്പോൾ മസാല ദോശയുടെ വലിപ്പം കുറഞ്ഞ് പത്തിരിയുടെ അത്രയ്ക്കായി. അതുപോലെ തന്നെ ജനങ്ങളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജി എസ് ടി എന്ന് പറഞ്ഞാൽ AC റെസ്റ്റോറൻറ്റിലും അതിൻ്റെ ഒരു തരം തിരിച്ച റെസ്റ്റോറൻറ്റിലേക്കാണ് GST പിടിക്കുക. ഇവർ GST ആണ് പിടിക്കുന്നത്. ഈ GST പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം ഒരു ചായ കുടിച്ചാലും അതിന് GST കൊടുക്കണം. അതൊക്കെ ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. പോരാത്തന്നെ ഇതൊരു സഹകരണ സംഘം നടത്തുകയാണ് ഈ ഹോട്ടൽ. പക്ഷേ അതിൻ്റെ ഒരു ഗുണം പ്രേക്ഷകർ അത് വളരെ ചെല്ലുന്ന ഒരാൾക്കും കിട്ടുന്നില്ല. പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിലേക്കൊന്നും ഒരു വൃത്തിയും സൗകര്യമൊന്നും ഇല്ലാത്ത സ്ഥലമാണ് അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾക്കൊക്കെ അഹങ്കാരം കുറച്ച് കൂടുതലാണ്. പിന്നെ ബംഗാളികൾ ഇവിടെ ജോലിക്കില്ല എന്നുള്ളൊരു സന്തോഷമുണ്ട്. അത് നല്ല കാര്യം. പിന്നെ അവിടെ നിന്ന് പിരിഞ്ഞു പോണവർക്ക് നല്ല പെൻഷൻ കൊടുക്കണം. നല്ല ചിലവുള്ളതാണ്. സാധനങ്ങൾക്കൊക്കെ നല്ല വില കൂടുതലാണ്. ഒരു സാധനത്തിന് പോലും ഒരു ടേസ്റ്റ് എന്ന് പറയണത് ഇല്ലാണ്ടായി മാറി. വെറും ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു പ്രേതാലയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ പഴയ കാലഘട്ടം ആലോചിച്ച് ചെല്ലാറുണ്ട്. പക്ഷേ അതിനുള്ള ഗുണം അവിടെ കഴിക്കാൻ ചെല്ലുന്ന ഒരാൾക്കും കിട്ടാറില്ല. അത് ഭയങ്കര കഷ്ടമാണ്. ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഉണ്ട് തൃശ്ശൂർ. ഒന്ന് ജോസ് തിയേറ്ററിൻ്റെ അടുത്തുണ്ട്, പിന്നെ പാട്ടിരാക്കിലുണ്ട്, പിന്നെ ഇതുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമായില്ല. ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പേര് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഒരു ജനങ്ങളെ നല്ല ഭക്ഷണം തന്ന് ജനങ്ങളെ സേവിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ വളരെയധികം കഷ്ടത്തിലാണ് ഇന്ത്യൻ കോഫി ഹൗസ്. അതുകൊണ്ട് അറിയുന്നവരാരും ഇപ്പോൾ തൽക്കാലം അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ നിൽക്കണ്ട. നമ്മളെ പിഴിഞ്ഞ് കാശ് മേടിക്കും. അതിനുള്ള രുചിയോ അതിനുള്ള ടേസ്റ്റോ അതിനുള്ള ഗുണമോ ഒന്നും ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതുപോലെ തന്നെ വൃത്തിയും ചെന്നിരിക്കുന്ന സ്ഥലത്തെ പണ്ടത്തെക്കാളും വളരെ വൃത്തിയും വളരെ കുറവ് തന്നെയാണ് അവിടെ.